നമസ്കാരം. ഇക്കുറി LDF 14 മുകളിൽ സീറ്റുകൾ പിടിക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. പക്ഷേ LDF 2 സീറ്റ് പിടിച്ചാൽ 20 മണ്ഡലങ്ങളും പിടിച്ചടക്കിയതുപോലെയാണ്. അത് ഏതാണ് ആ 2 മണ്ഡലങ്ങൾ എന്ന് നോക്കിയാൽ, ഒന്ന് വടകരയാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലമാണ്. ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന്റെ അഭിമാന പോരാട്ടം അവർ കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമാണ്. വടകരയിൽ തോറ്റാൽ 20 മണ്ഡലങ്ങളിലും തോറ്റതുപോലെയാണെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര എന്ന് പറയുന്നത്. അവരുടെ ഷാഫി പറമ്പിലിനെയാണ് അവർ സ്ഥാനാർത്ഥിയായി ഇറക്കിയത്. കെ ശൈലജ ടീച്ചറെ തോൽപ്പിക്കാൻ വേണ്ടി വടകരയിൽ UDF പയറ്റിയ അശ്ലീല രാഷ്ട്രീയ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. ടീച്ചറിനെതിരെ വളരെ മോശമായിട്ടുള്ള പല അപകീർത്തികരമായിട്ടുള്ള തേജോവധം ചെയ്യുന്ന, വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രചരണ ആയുധം തന്നെയാണ് രംഗത്തിറക്കിയത്. അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തിയപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ UDF സൈബർ വിങ്ങും ഒക്കെ കാണിച്ചു കൂട്ടിയ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും ഒക്കെ രാഷ്ട്രീയ കേരളം കണ്ടതാണ്. എന്തായാലും ഏറ്റവും കൂടുതൽ പോളിംഗ് അവിടെ രേഖപ്പെടുത്തുമ്പോൾ അത് ആർക്ക് അനുകൂലമെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ കെ ശൈലജ ടീച്ചറിന് തന്നെയാണ് അവിടെ അനുകൂലമെന്നാണ് തുടക്കം മുതൽ തന്നെയുള്ള അഭിപ്രായ സർവേകൾ പറയുന്നത്. തുടക്കം മുതൽ ശൈലജ ടീച്ചറിന് എത്രത്തോളം അവിടെ വിജയസാധ്യത പ്രവചിച്ചിരുന്നോ, ഓരോ ഘട്ടം കഴിഞ്ഞപ്പോഴും അതിൻ്റെ തോത് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രവുമല്ല, ഷാഫി തന്നെ വടകരയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് മനസ്സോടെയായിരുന്നു. കെ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് മാറ്റുമ്പോൾ ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കപ്പെട്ടത് ഷാഫി പറമ്പിലിനെ ആയിരുന്നു. ഷാഫി പറമ്പിൽ അവിടെ മത്സരിക്കില്ല, ഞാൻ പാലക്കാട് വിട്ട് വരില്ല എന്നാണ് ആദ്യം മുതൽ തന്നെ ഷാഫി പറമ്പിൽ പറഞ്ഞത്. ഷാഫി പറമ്പിൽ അങ്ങനെ പറയാനുള്ള സാധ്യത വേറൊന്നും കൊണ്ടല്ല, കെ മുരളീധരൻ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു വടകരയിൽ മത്സരിക്കാൻ ആർക്കും തന്നെ താല്പര്യമില്ല, ആർക്കും വടകര സീറ്റ് വേണ്ട എന്നാണ് പറഞ്ഞത്. കാരണം അവിടെ ഇക്കുറി ശൈലജ ടീച്ചർ ജയിക്കും എന്ന് തന്നെ മുരളി പറയാതെ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും അവിടെ സീറ്റ് ആവശ്യപ്പെടാത്തത് എന്ന് മുരളി തന്നെ പറയാതെ പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാകാം ഷാഫിയും അങ്ങോട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അവസാനം ഷാഫി അവിടെ കൊണ്ടുപോയി ഇറക്കി. അതിനുശേഷവും ഷാഫിക്ക് ഒരു രീതിയിലുള്ള മുന്നേറ്റവും ഒരു ഘട്ടത്തിലും നടത്താൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിലൂടെ സൈബർ ഇടങ്ങളിൽ ടീച്ചർക്കെതിരെ പല രീതിയിലുള്ള മോശം പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യം കണ്ടു. അവസാനം ഒരു ഘട്ടത്തിൽ ടീച്ചർ സ്ഥാനാർത്ഥിയുടെ സൈബർ വിങ്ങുമൊക്കെ തനിക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ അടവ് പയറ്റുകയാണ് എന്ന് വരെ ടീച്ചറിന് പറയേണ്ടി വന്നു. ടീച്ചറെ വർഗീയവാദിയാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നു. രാഹുൽ മാങ്കൂട്ടമായിരുന്നു അവിടെ ഈ പറയുന്ന ഷാഫി പറമ്പിലിൻ്റെ തെരഞ്ഞെടുപ്പ് ചുമതല. പിന്നെ കൂടുതലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ടീച്ചറിനെ വർഗീയവാദിയാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളാണ് നടന്നത്. അതായത് നമുക്കറിയാം, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഒരു ലെറ്റർ പാഡ് ഉണ്ടാക്കിക്കൊണ്ട് അതിൽ ഇത് ബോംബമ്മയാണ്, ടീച്ചറമ്മയല്ല എന്ന ഒരു വ്യാജ പ്രചരണം നടത്തുന്നു, അത് പൊളിയുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് നബിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞൊരു വ്യാജ പ്രചരണം നടത്തുന്നു, അതും പൊളിയുന്നു. എന്തിനാണ് അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മുഴുവൻ ടീച്ചർക്കൊപ്പമാണെന്ന് മനസ്സിലാകുമ്പോൾ അവരെ ടീച്ചറിൽ നിന്ന് അകറ്റാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലുകളാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷമാണ് പൗരത്വ ഭേദഗതി നിയമമൊക്കെ പ്രാബല്യത്തിൽ വരുന്നത്. പ്രാബല്യത്തിൽ വന്ന മിനിറ്റുകൾ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു, ഇത് ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല, പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. സുപ്രീം കോടതിയിൽ വീണ്ടും ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നു. ഒപ്പം വടകരയെ ഇളക്കി മറിച്ചുകൊണ്ട് ശൈലജ ടീച്ചർ ഒരു നൈറ്റ് മാർച്ച് നടത്തുന്നു. അന്ന് ടീച്ചർക്കൊപ്പം ഒഴുകിയെത്തിയത് ലക്ഷക്കണക്കിന് ആളുകളാണ്, ന്യൂനപക്ഷങ്ങളടക്കം. അത് കണ്ട് ഷാഫി പറമ്പിലൊക്കെ ഞെട്ടിയതിനെ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിൽ ടീച്ചറെ വർഗീയവാദിയാക്കുന്നതിന് വേണ്ടിയുള്ള പല ശ്രമങ്ങളും ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നടന്നത് എന്ന് എടുത്തു പറയേണ്ടതാണ്. പക്ഷെ ഇതൊന്നും എന്തായാലും നടന്നിട്ടില്ല. ഒപ്പം നമുക്കറിയാം, ഈ പറയുന്ന കണ്ണൂര് സംഭവിച്ചിട്ടുണ്ടാകാനുള്ള സാധ്യത, ടീച്ചർ എന്ന് പറയുന്ന ആ വ്യക്തിപ്രഭാവത്തെ ഒരു വർഗീയവാദിയാക്കാൻ ശ്രമം നടത്തിയവർക്കെതിരെയുള്ള ഒരു തക്കതായ മറുപടി വടകര എന്തായാലും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ശൈലജ ടീച്ചറിന് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തുടക്കം തന്നെ മാധ്യമങ്ങളിൽ ഏറെ നിറഞ്ഞു നിന്നതും വടകര തന്നെയായിരുന്നു. വടകരയിൽ ഇക്കുറി ആര് എന്ന ചോദ്യത്തിന് ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഇക്കുറി അവിടെ ശൈലജ ടീച്ചർ തന്നെയാകും എന്ന് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ ഉറപ്പിച്ചു പറഞ്ഞത്. വലതുപക്ഷ മാധ്യമമായ മനോരമ മാത്രമാണ് അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, പ്രവചനാതീതമാണ് എന്ന് പറഞ്ഞ് ഒതുക്കിയത്. എന്തായാലും വടകരയിൽ ടീച്ചർ ജയിച്ചു വരുമ്പോൾ അത് ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ഒരു അടി തന്നെയാകും കോൺഗ്രസിന് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുപോലെ തന്നെ കണ്ണൂരിൽ ഇക്കുറി UDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കെ സുധാകരനാണ്. അവിടെ LDF സ്ഥാനാർത്ഥി MV ജയരാജനാണ്. MV ജയരാജൻ കെ സുധാകരനെ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ടായാൽ കോൺഗ്രസിനെ താങ്ങാൻ കഴിയുന്നതിനുമൊക്കെ അപ്പുറമാകും. കാരണം KPCC പ്രസിഡന്റിനെയാണ് MV ജയരാജൻ തോൽപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഉണർവുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉണർവുണ്ടാകുകയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. അതായത് കെ സുധാകരൻ എന്തോ ഭയങ്കര സംഭവമാണ്, ഗർജിക്കുന്ന സിംഹമാണ് എന്നൊക്കെ പറഞ്ഞാണ്
കെ സുധാകരനെ അവിടെ കൊണ്ടുപോയി ഇറക്കിയത്. അങ്ങനെ കെ സുധാകരൻ തോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കോൺഗ്രസ് പ്രവർത്തകർക്കൊക്കെ ഈ പറയുന്നത് പോലെ വലിയൊരു ഷോക്ക് തന്നെയാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതുവരെ ജനങ്ങളോട് KPCC പ്രസിഡന്റ് പറഞ്ഞതൊക്കെ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചിരുന്നു എന്നുകൂടി ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. ഇതുവരെ KPCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരാഗ്നിയും അതുപോലെ തന്നെ കുറ്റവിചാരണ സദസ്സുമൊക്കെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളി എന്നതിനുള്ള ഉത്തരം കൂടിയാകും കണ്ണൂരിലെ ജനങ്ങൾ എന്തായാലും ഇലക്ഷനിലൂടെ കെ സുധാകരന് കൊടുക്കുക. മാത്രവുമല്ല, കെ സുധാകരനെ സംബന്ധിച്ച് നമുക്കറിയാം, കെ സുധാകരൻ ഒരു മൃദു ഹിന്ദുത്വ നിലപാടുള്ള വ്യക്തിയാണ്. അദ്ദേഹം എപ്പോൾ വേണമെങ്കിലും BJPയിലേക്ക് പോയേക്കാം എന്ന് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ അങ്ങനെയാണ്. പലപ്പോഴും BJP അനുകൂല പ്രസ്താവനകളൊക്കെ അദ്ദേഹം നടത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. RSS ശാഖയ്ക്കൊക്കെ കാവൽ നിന്നിട്ടുണ്ടെന്നൊക്കെ KPCC പ്രസിഡന്റ് ആയ ശേഷമൊക്കെ അദ്ദേഹം പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടൊക്കെ തന്നെ കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ മത്സരത്തിന് ഇറങ്ങുമ്പോൾ വലിയ പ്രതിസന്ധികളുണ്ട്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ജയിച്ചേ പറ്റൂ. അദ്ദേഹം തോറ്റിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ KPCC പ്രസിഡന്റ് സ്ഥാനം പോലും തുലാസിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. രാഷ്ട്രീയ ഭാവി തന്നെ അദ്ദേഹത്തിന് നിന്നുപോയേക്കാം. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ UDF ജയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ UDFനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അവർക്ക് ആവേശം തന്നെയാകും. പക്ഷേ അത്തരത്തിലുള്ള ആവേശത്തിന് അവർക്ക് ആവേശം പകരുന്ന രീതിയിലുള്ള ഒരു ട്രെൻഡും തുടക്കം മുതൽ ഉണ്ടായിട്ടേയില്ല. അവിടെ MV ജയരാജൻ ട്രെൻഡ് തന്നെയാണ് നിലനിൽക്കുന്നത്. അദ്ദേഹം MP ആയിരുന്ന സമയത്ത്, അതായത് ഈ പറയുന്ന കെ സുധാകരൻ MP ആയിരുന്ന സമയത്ത് ഒന്നും തന്നെ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടില്ല എന്നത് മാത്രമല്ല, അദ്ദേഹം ഇലക്ഷന് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ PA പോലും BJPയിലേക്ക് പോകുന്നത്. ഇതൊക്കെ ജനങ്ങൾ അവിടെ ചർച്ച ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവിടെ UDFന് പ്രതികൂലമായ ഒരു റിസൾട്ട് ആകാം ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെ ഇടതുപക്ഷം ജയിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ 2 മണ്ഡലങ്ങളിൽ മാത്രം തന്നെ LDF ജയിച്ചാൽ തന്നെ പിന്നെ UDF ഇവിടെ ഇല്ല എന്ന് നമുക്ക് പറയാം. കാരണം UDFന്റെ 2 പ്രധാനപ്പെട്ട പ്രധാനികൾ മത്സരിക്കുന്ന ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട 2 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ട അവസ്ഥ വന്നാൽ പിന്നെ കോൺഗ്രസിന് ജനങ്ങളുടെ മുമ്പിൽ തലയിൽ മുണ്ടിട്ട് മാത്രമേ ഇറങ്ങാൻ കഴിയൂ. ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെന്ന് പോലും പറയാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. ജനങ്ങൾക്കിടയിൽ KPCC പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരു സ്വാധീനവും ഉണ്ടായിരുന്നില്ല എന്നുകൂടി ജനങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ കഴിയുന്ന ഒരു റിസൾട്ട് കൂടിയാകും അത്. മാത്രവുമല്ല, കെ സുധാകരനെ സംബന്ധിച്ച്, സതീശനെ സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിട്ടുള്ള എല്ലാ പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളി എന്നുകൂടി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സർക്കാർ വിരുദ്ധതയും വികസന വിരുദ്ധതയും ഒക്കെ ഇതുവരെ സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞതൊക്കെ കോൺഗ്രസിനെ വലിയ രീതിയിൽ തന്നെ ക്ഷീണം ചെയ്തിട്ടുണ്ടെന്നും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഒരു ഇഞ്ച് പോലും വളർത്താൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല, തളർത്താൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ റിസൾട്ട് പുറത്തു വന്നാൽ വിലയിരുത്തുമെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഈ 2 സ്ഥലങ്ങളിൽ വടകരയിലും കണ്ണൂരും LDF ജയിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 20 മണ്ഡലങ്ങളും ഈ LDF തൂത്തുവാരിയതുപോലെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.